നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. ഉത്രയുടെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ തേടി പോലീസ്. ഉത്രയെ കൊത്തിയെന്നു കരുതുന്ന പാമ്പിനെ പുറത്തെടുത്തു. കുഴിയിൽ നിന്ന് കണ്ടെത്തിയത് വിഷമുള്ള മൂർഖൻ പാമ്പ് തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. കേസിൽ കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി DGP. പാമ്പിന്റെ DNA പരിശോധന നടത്തും. ഹൈദരാബാദിലോ ചെന്നൈയിലോ പരിശോധന നടത്തുമെന്ന് DGP. കുഞ്ഞിനെ ഉത്രയുടെ മാതാപിതാക്കൾക്ക് കൈമാറി. കുഞ്ഞിനെ അഞ്ചലിൽ എത്തിച്ചത് അടൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം. കുഞ്ഞിനെ എത്തിച്ചത് പോലീസ് സാന്നിധ്യത്തിൽ. രാവിലെ വരെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയായി. കുഞ്ഞിനെ കണ്ടെത്തിയത് അടൂരിൽ ബന്ധുവീട്ടിൽ നിന്ന്. തിരിച്ചെത്തിച്ചത് പോലീസ് ഇടപെട്ട ശേഷം. മാറ്റിവെച്ച പരീക്ഷകൾ സംസ്ഥാനത്ത് വീണ്ടും തുടങ്ങി. രാവിലെ നടന്നത് VHSC പരീക്ഷ. SSLC പരീക്ഷ പുരോഗമിക്കുന്നു. പരീക്ഷ നടത്തുന്നത് കർശന നിയന്ത്രണങ്ങളോടെ. വിദ്യാർത്ഥികൾക്ക് മാസ്കുകൾ നൽകി. തെർമൽ സ്ക്രീനിംഗും നടത്തി. ക്ലാസുകളിൽ സാനിറ്റൈസറും. കൂട്ടം കൂടാൻ അനുവാദമില്ല. സാമൂഹിക അകലം ഉറപ്പാക്കാൻ പോലീസിന്റെ സാന്നിധ്യവും സഹായത്തിന് ആരോഗ്യ പ്രവർത്തകരും. വാഹന സൗകര്യമില്ലാത്തവർക്കായി സർവീസ് നടത്തി KSRTC. +2 പരീക്ഷ നാളെ മുതൽ. മദ്യവിൽപ്പനയ്ക്കുള്ള ബവ്ക്യൂ ആപ്പിന് ഗൂഗിളിന്റെ അനുമതി. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ലഭ്യമായേക്കും. ജീവനക്കാർക്ക് ആപ്പിൽ പരിശീലനവും നൽകും. 2 ദിവസത്തിനകം മദ്യവിതരണം ആരംഭിച്ചേക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മദ്യവിൽപ്പന 1100ഓളം കേന്ദ്രങ്ങൾ വഴി. സ്വകാര്യ കമ്പനിക്ക് മൊബൈൽ ആപ്പിനുള്ള കരാർ നൽകിയതിന്റെ രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല. 50 പൈസ ആരോപണത്തിൽ ഉറച്ചു പ്രതിപക്ഷം. ഓരോ ടോക്കണിനും 50 പൈസ സ്വകാര്യ കമ്പനിക്ക് നൽകുന്നുവെന്ന് ചെന്നിത്തല. മദ്യവിൽപ്പനയ്ക്കുള്ള ആപ്പ് ഫെയർകോഡ് കമ്പനിയിൽ നിന്ന് ബെവ്കോ വാങ്ങിയത് 2,84,203 രൂപയ്ക്ക്. വാർഷിക മെയിന്റനൻസ് നിരക്കായി 2 ലക്ഷം രൂപയും കമ്പനിക്ക് ബെവ്കോ നൽകും. ഓരോ SMS-നും ടെലികോം കമ്പനികൾക്ക് 12 പൈസ വീതവും കൈമാറും. കരാർ രേഖകൾ ന്യൂസ് 18. ഇന്നു മുതൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 5 ദിവസവും ഇടിമിന്നലോട് കൂടിയ മഴ തുടരാൻ സാധ്യത. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 31ഓടെ കടലിന്റെ തെക്കുകിഴക്ക്, മധ്യകിഴക്ക് മേഖലകളിൽ ന്യൂനമർദ്ദത്തിന് സാധ്യത. തൊഴിലാളികൾ മെയ് 31 മുതൽ ജൂൺ 4 വരെ കടലിൽ പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. കോവിഡ് ബാധിച്ച് മരിച്ച കണ്ണൂർ സ്വദേശിയുടെ സംസ്കാരം നടന്നു. ഇന്നലെ രാത്രി മരിച്ചത് കണ്ണൂർ ധർമ്മടം സ്വദേശി 62കാരിയായ ആയിഷ. ഖബറടക്കിയത് കോഴിക്കോട് കണ്ണംപറമ്പ് ശ്മശാനത്തിൽ. ആയിഷയുടെ കുടുംബത്തിലെ 7 പേർക്ക് കൂടി കോവിഡ്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായില്ല. കുടുംബത്തിന്റെ വിപുലമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. രോഗബാധയുടെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നത് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ആയിഷയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് 20-ാം തീയതി. പിന്നീട് ഇവരുടെ കുടുംബത്തിലെ 7 പേർക്ക് കൂടി രോഗബാധ. അയ്യൻകുന്ന് പഞ്ചായത്തിലെ 24കാരിക്ക് വൈറസ് ബാധയുണ്ടായത് എങ്ങനെയെന്നതിലും അവ്യക്തത. കണ്ണൂരിൽ ഇന്നലെ രോഗം ബാധിച്ച 2 റിമാൻഡ് പ്രതികൾക്ക് എങ്ങനെ അസുഖം വന്നു എന്നും കണ്ടെത്താനായില്ല. വൈറസ് ബാധയുണ്ടായത് ചെറുകുന്തു സ്വദേശിയായ 33കാരനും ചെറുപുഴ സ്വദേശിയായ 49കാരനും. ഇവർ ജയിലിലെത്തിയത് ഈ മാസം 23-നും 25-നും. സബ് ജയിലിൽ ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരും നിരീക്ഷണത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് കൂട്ട കോവിഡ് പരിശോധന. പൊതുജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന 3000 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക്. കൂട്ടപരിശോധന സമൂഹ വ്യാപനമുണ്ടോ എന്ന് തിരിച്ചറിയാൻ. കോവിഡ് ഇതര ചികിത്സ നടത്തുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയും പരിശോധിക്കുന്നു. കച്ചവടക്കാർക്കും പരിശോധന. ഹോട്ട്സ്പോട്ടുകളിൽ നിന്നുള്ളവരുടെയും സ്രവ സാമ്പിളുകൾ ശേഖരിക്കുന്നു. രോഗവ്യാപനം കൂടുതലുള്ള 10 പ്രദേശങ്ങളിൽ നിന്ന് 300 പേരുടെ സാമ്പിളുകൾ ശേഖരിക്കും. നടത്തുന്നത് PCR പരിശോധന. പരിശോധനാ ഫലം 2 ദിവസത്തിനകം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധനവ് തുടരുന്നു. 24 മണിക്കൂറിനിടെ 6500-ലധികം പേർക്ക് രോഗം. മരണം 145. ഇന്ത്യയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 4167.
ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡൽഹി റെയിൽ ഭവൻ വീണ്ടും അടച്ചത് 2 ദിവസത്തേക്ക്. അണുമുക്തമാക്കിയ ശേഷം തുറക്കും. ജീവനക്കാരനുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർ നിരീക്ഷണത്തിൽ. ലോക്ഡൌൺ പരാജയമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്ത് കോവിഡ് ബാധ നിയന്ത്രിക്കാനായില്ല. കുടിയേറ്റ തൊഴിലാളികളെ സഹായിക്കാൻ സർക്കാരിനായില്ലെന്നും രാഹുൽ ഗാന്ധി. ദേശീയപാതകൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിൽ കേരളത്തിന് ആശങ്ക. സംസ്ഥാനവുമായി കൂടിയാലോചിച്ചില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. നീക്കത്തിനെതിരെ കേന്ദ്രത്തിന് കത്തയക്കുമെന്നും മന്ത്രി. കേന്ദ്രം ഏറ്റെടുത്താൽ ദേശീയപാതകളിൽ കേരളത്തിന് ഒരു നിയന്ത്രണവുമില്ലാതെയാകും. ദേശീയപാതകളുടെ പുനർനിർമ്മാണം അലങ്കോലമാകുമെന്ന് മന്ത്രി. സമയാസമയങ്ങളിൽ പുനർനിർമ്മാണ ജോലികൾ നടക്കില്ലെന്നും സുധാകരൻ. കാലടി മണപ്പുറത്തെ സിനിമാ സെറ്റ് തകർത്ത സംഭവത്തിൽ 10 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് റൂറൽ SP. ഇന്നലെ അറസ്റ്റ് ചെയ്തത് പ്രധാന പ്രതി രാഷ്ട്രീയ ബജരംഗ് ദൾ നേതാവായ രതീഷ് ഉൾപ്പെടെ 2 പേർ. അക്രമികൾ സഞ്ചരിച്ചുവെന്ന് കരുതുന്ന വാഹനം മലയാറ്റൂരിൽ നിന്ന് കണ്ടെടുത്തു. പോലീസ് കേസ് കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തി എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. അന്വേഷണത്തിന് പ്രത്യേക സംഘം. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിൽ. മലപ്പുറം അരീക്കോട് ദുരഭിമാന കൊലക്കേസിൽ പ്രതിയെ വെറുതെ വിട്ടു. കുറ്റവിമുക്തനാക്കിയത് കൊല്ലപ്പെട്ട ആതിരയുടെ അച്ഛൻ രാജനെ. വെറുതെ വിട്ടത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി. എല്ലാ ഇടക്കാല ഉത്തരവുകളുടെയും കാലാവധി 2 മാസത്തേക്ക് കൂടി നീട്ടി ഹൈക്കോടതി. സ്റ്റേ ഉത്തരവുകൾക്ക് ഉൾപ്പെടെ ബാധകം. ഹൈക്കോടതി ഫുൾ ബെഞ്ചിന്റെ തീരുമാനം ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന നിർദ്ദേശം റദ്ദാക്കി. DGP ജേക്കബ് തോമസിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി. നടപടി മുൻകൂർ അനുമതി വാങ്ങാതെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച കേസിൽ സർക്കാർ തീരുമാനം വിരമിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ. KM ഷാജിക്കെതിരായ കേസിൽ കോഴിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശോധന നടത്തി വിജിലൻസ്. സ്കൂളിൽ നിന്ന് രേഖകൾ എടുത്തു. സ്കൂളിന്റെ മുൻ മാനേജരെയും കേസിൽ പ്രതിയേർക്കും. 6 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുമെന്ന് DYSP V മധുസൂദനൻ. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറിനെ ചോദ്യം ചെയ്ത് വിജിലൻസ് നടപടി. കള്ളപ്പണം വെളുപ്പിച്ച കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പരാതിക്കാരനായ ഗിരീഷ് ബാബുവിനെ ഗഫൂർ നേരിൽ കണ്ട് കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി ആരോപണം. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടുണ്ടായത് ഡാം തുറന്നതുകൊണ്ടല്ലെന്ന് ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ. ഒരു വിഭാഗം ആളുകൾ എല്ലാ പ്രവർത്തനങ്ങളിലും തടസ്സമുണ്ടാക്കുന്നു. കാലവർഷം കടുത്താലും കേരളത്തിലെ ഡാമുകൾ സുരക്ഷിതമെന്നും അതോറിറ്റി ചെയർമാൻ CN രാമചന്ദ്രൻ. ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാന്റെ പ്രതികരണം. വെള്ളക്കെട്ടിന്റെ കാരണത്തെ ചൊല്ലി ജില്ലാ ഭരണകൂടവും നഗരസഭയും കൊമ്പുകോർത്തതിന് പിന്നാലെ ഡാമുകളിലെ മണൽ മാറ്റുന്നതിനുള്ള നടപടികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. പ്രകൃതി ദുരന്തവും വെള്ളപ്പൊക്കവും മനുഷ്യനിർമ്മിതമല്ലെന്നും CN രാമചന്ദ്രൻ. മാഹിയിൽ മദ്യവിൽപ്പനശാലകൾ തുറന്നാലും വിലക്കുറവ് തൽക്കാലം ഉണ്ടാവില്ല. കേരളത്തിലേതിന് സമാനമായ തുക ഈടാക്കാൻ തീരുമാനം. പുതുച്ചേരിയിൽ മാത്രമുള്ള ബ്രാൻഡുകൾക്ക് 25% അധിക നികുതിയും ഈടാക്കും. നീക്കം വിലക്കുറവ് പ്രതീക്ഷിച്ച് കൂടുതൽ പേർ മാഹിയിൽ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് പുതുച്ചേരിയിലും കാരക്കലിലും തമിഴ്നാട്ടിലേതിന് സമാനമായ വില. മദ്യഷാപ്പുകൾ എന്ന് തുറക്കണം എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കേരളത്തിനൊപ്പം തന്നെ മാഹിയിലും മദ്യവിൽപ്പന തുടങ്ങാൻ സാധ്യത. മാഹിയിൽ പ്രതിദിനം വിറ്റഴിച്ചിരുന്നത് 50 ലക്ഷം രൂപയുടെ മദ്യം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തുള്ള 455 മദ്യക്കടകളിൽ 60 എണ്ണം മാഹി. കോവിഡ് വ്യാപനം കുറഞ്ഞുവരുന്ന രാജ്യങ്ങളിൽ വീണ്ടും തീവ്ര വ്യാപന സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. സുരക്ഷാ ക്രമീകരണങ്ങളിൽ അയവ് വരുത്തരുതെന്ന നിർദ്ദേശം. ആദ്യഘട്ടത്തിനേക്കാൾ വേഗത്തിലാകും പുതിയ രോഗവ്യാപനമെന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 56 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. 24 മണിക്കൂറിനിടെ 90,000-ലധികം പേർക്ക് രോഗബാധ. മരിച്ചവരുടെ എണ്ണം 3,47,000 കടന്നു. മലേറിയയ്ക്കുള്ള ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കോവിഡ് രോഗികൾക്കായി പരീക്ഷിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി ലോകാരോഗ്യ സംഘടന. തീരുമാനം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കോവിഡ് മരണനിരക്ക് ഉയരാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ. വൈറസിനെ ചെറുക്കാൻ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇപ്പോഴും കഴിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബ്രസീലിൽ കോവിഡ് ബാധിതരുടെ എണ്ണം നിയന്ത്രണാതീതമായി ഉയരുന്നു. രാജ്യത്തെ രോഗബാധിതർ 3.25 ലക്ഷത്തിലധികം. മരണസംഖ്യ 25,000-ലേക്ക്. രോഗബാധിതർ ഉയരുമ്പോഴും നിയന്ത്രണങ്ങൾ പാലിക്കാതെ ബ്രസീൽ പ്രസിഡന്റ്. മാസ്ക് പോലും ധരിക്കാതെ പാർട്ടി പ്രവർത്തകരുമായി ഇടപെട്ട് ഹെയർ ബോൾസോനാരോ. പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. വയനാട്
പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 2014 നിയമനം ലഭിച്ചവർക്ക് ജോലി പോകും. അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ റാങ്ക് പട്ടികയിലെ അയോഗ്യരെ ഒഴിവാക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. പ്രായം തിരുത്തിയും യോഗ്യതയില്ലാത്തവരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയുമാണ് നിയമിച്ചതെന്ന് കോടതിയുടെ കണ്ടെത്തൽ. 105 പേരുടെ നിയമന പട്ടിക വെറ്റിനറി സർവകലാശാല വിജ്ഞാപനം ചെയ്തത് 214-ൽ. നിയമനങ്ങൾ ചട്ടവിരുദ്ധമെന്ന് കണ്ടെത്തിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ എല്ലാ അപ്പീലുകളും തള്ളി. പ്രായപരിധിക്ക് ഇളവ് നൽകിയത് നിലനിൽക്കുന്നതല്ലെന്ന് കോടതി. ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ച് സർവകലാശാല തെറ്റായ നോട്ട് തയ്യാറാക്കിയെന്ന് കോടതി. 40 വയസ്സിന് മുകളിലുള്ളവരെ സ്ഥിരപ്പെടുത്താൻ സർവകലാശാലയുടെ സ്വയം ഭരണാധികാരം ദുരുപയോഗം ചെയ്തതായും സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും സംവരണ തത്വങ്ങൾ പാലിച്ച് യോഗ്യതയുള്ളവർക്ക് നിയമനം നൽകണം. ഇന്ത്യ ചൈന അതിർത്തിയിൽ അസ്വസ്ഥത ഉയരുന്നു. കൂടുതൽ സേനയെ വിന്യസിച്ച് ഇന്ത്യ. നീക്കം മേഖലയിൽ ചൈനീസ് സൈനിക സാന്നിധ്യം വർദ്ധിച്ച സാഹചര്യം. ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് മലയാളി നഴ്സ് അംബിക മരിച്ച സംഭവത്തിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. ഉപയോഗിച്ച PPE കിറ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ കൽറ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചതായിരുന്നു സഹപ്രവർത്തകർ. ആശുപത്രിയിൽ മതിയായ ചികിത്സ കിട്ടിയില്ലെന്നും ഫലം വന്ന ശേഷവും വെന്റിലേറ്റർ അടക്കമുള്ള ചികിത്സ നിഷേധിച്ചുവെന്നും കുടുംബം. ഗൾഫ് രാജ്യങ്ങളിലും വൈറസ് വ്യാപന നിരക്ക് ഉയരുന്നു. സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3.25 ലക്ഷത്തോട് അടുത്തു. ഇതുവരെ മരണം 400. കുവൈറ്റിൽ 21,000-ലേറെ കേസുകൾ. ഗൾഫിൽ കോവിഡ് ബാധിച്ച് 4 മലയാളികൾ കൂടി മരിച്ചു. മരിച്ചത് കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് സ്വദേശികൾ. 3 പേർ മരിച്ചത് UAE. മരിച്ചത് കൊല്ലം അയർക്കന്നൂർ സ്വദേശി ഷിബു, ഇരിങ്ങാലക്കുട സ്വദേശി ബിനിൽ, കാസർഗോഡ് ബേക്കൽ സ്വദേശി ഇസ്ഹാഖ്, പത്തനംതിട്ട തെങ്ങമം സ്വദേശി ജയചന്ദ്രൻ നായർ എന്നിവർ. 2 ദിവസത്തിനിടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 20ആയി. കോവിഡ് ബാധിച്ച് ഇതുവരെ ഗൾഫിൽ മരിച്ചത് 121 മലയാളികൾ. ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. സാമൂഹിക അകലം പാലിച്ച് പ്രാർത്ഥന നടത്താൻ അവസരം നൽകണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. ആരാധനാലയങ്ങൾ തുറക്കുന്നത് അപകടകരമാണെന്ന് മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂർ. ആരാധനാലയങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെടുന്നത് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയ സാഹചര്യത്തിൽ വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കുമെല്ലാം അനുമതി നൽകിയത് ചൂണ്ടിക്കാട്ടി ലീഗ്. മുസ്ലിം ലീഗിന്റെ ആവശ്യം പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം ഒഴിവാക്കാനുള്ള മുസ്ലിം സംഘടനാ നേതാക്കളുടെ തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചതിന് പിന്നാലെ. ലോക്ഡൌൺ ഇളവുകൾ വന്നിട്ടും പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാവാതെ സംസ്ഥാനത്തെ പൈനാപ്പിൾ കർഷകർ. പൈനാപ്പിൾ വിപണിയിലെത്തിക്കാനാവാതെ നശിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന് കർഷകർ. കഴിഞ്ഞ വർഷം ഈ സീസണിൽ പൈനാപ്പിൾ പഴത്തിന് കിട്ടിയത് 45 രൂപ. ഇന്ന് ലഭിക്കുന്നത് 20 രൂപയിൽ താഴെ മാത്രം. പച്ച പൈനാപ്പിളിന് 38 രൂപയിൽ നിന്ന് 13 രൂപയായി ഇടിഞ്ഞു. സ്വദേശത്തേക്ക് മടങ്ങാൻ ഗത്യന്തരമില്ലാതെ ലബനനിൽ മലയാളികൾ ദുരിതത്തിൽ. ജോലി ചെയ്തിരുന്ന സ്ഥാപനം പൂട്ടിയതോടെ 2 മാസമായി ശമ്പളമില്ല. നാട്ടിലേക്ക് മടങ്ങാൻ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പരാതി. ലബനനിൽ 80 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നത് തൃശൂർ, കണ്ണൂർ സ്വദേശികളായ 4 പേർ. നിലവിൽ താമസം കമ്പനി വക സ്ഥലത്ത്. ഇവിടെ നിന്ന് ഉടൻ ഒഴിഞ്ഞുകൊടുക്കാൻ കമ്പനി ആവശ്യപ്പെട്ടതായും മലയാളികൾ. കേരളത്തിൽ കുടുങ്ങിയ റഷ്യക്കാരെ നാട്ടിലെത്തിച്ച് തിരുവനന്തപുരത്തെ റഷ്യൻ കൗൺസുലേറ്റ്. തിരികെ കൊണ്ടുപോയത് 150-ലധികം പേരെ. ലോക്ഡൌണിനെ തുടർന്ന് കേരളത്തിൽ കുടുങ്ങിയത് 220 റഷ്യക്കാർ. നാട്ടിലേക്ക് മടങ്ങാൻ റഷ്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തത് 153 പേർ. ബാക്കിയുള്ളവർ താൽപര്യം അറിയിച്ചാൽ അവരെയും നാട്ടിലെത്തിക്കുമെന്ന് എംബസി അധികൃതർ. റഷ്യയിൽ കുടുങ്ങിയ മലയാളികളിൽ ചിലരെയും നാട്ടിലെത്തിച്ചു. പെരുന്നാൾ വിപണിയിലും നേട്ടമില്ലാതെ ചെരുപ്പ് നിർമ്മാണ മേഖല. സ്കൂൾ വിപണി ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും കെട്ടിക്കിടക്കുന്നു. പ്രതിസന്ധിയിൽ ആയിരങ്ങൾ. പെരുന്നാൾ വിപണിയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 15% താഴെ മാത്രം കച്ചവടം. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും അല്ലാത്തവയ്ക്കും ഒരുപോലെ നഷ്ടത്തിന്റെ കാലം. ചെരുപ്പ് കടകൾ തുറന്നെങ്കിലും വാങ്ങാനാളില്ല. ലോക്ഡൌൺ കാലത്ത് പാട്ടുപാടി പണമുണ്ടാക്കി കൊച്ചിയിൽ നാട്ടുകാരുടെ വിശപ്പടക്കി ഫ്രഞ്ച് വനിത. കൊച്ചിക്കാർക്ക് കിറ്റുകൾ വിതരണം ചെയ്ത് സ്റ്റെഫാനിയും സംഘവും. ഇതിനകം വിതരണം ചെയ്തത് 1000-ലധികം കിറ്റുകൾ. സ്റ്റെഫാനി ഹെർ കൊച്ചിയിൽ തുടരുന്നത് ഫ്രഞ്ച് സർക്കാർ ഒരുക്കിയ പ്രത്യേക വിമാനം വേണ്ടെന്ന് വെച്ച്. കേരളത്തിന്റെ സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസമെന്ന് സ്റ്റെഫാനി. ലോക്ഡൌണിന്റെ തലേന്ന് കൊച്ചിയിലെത്തിയത് ഫ്രഞ്ച് തുറമുഖ നഗരമായ ബോർഡോയിൽ നിന്ന്. പുതുവൈപ്പിനിൽ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച ഒരു അങ്കണവാടിയുടെ പൂർത്തീകരണവും ഏറ്റെടുത്ത് സ്റ്റെഫാനി.
ലോക്ഡൌൺ കാലത്ത് വരച്ച ചിത്രങ്ങൾക്ക് കിട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കോട്ടയം നസീർ. ലോക്ഡൌൺ സമയത്ത് നസീർ വരച്ചത് 40-ലധികം ചിത്രങ്ങൾ. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് 1 ലക്ഷം രൂപ. ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. ഡൽഹിയിൽ നിന്നും വിമാനത്തിൽ ബംഗളൂരുവിൽ എത്തിയ മന്ത്രി സ്വന്തം കാറിൽ വീട്ടിൽ പോയി. മന്ത്രി ആയതിനാൽ നിബന്ധനകൾ ബാധകമല്ലെന്ന് ഗൌഡ. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതർ 52,000 കടന്നു. 24 മണിക്കൂറിനിടെ 60 മരണം കൂടി. ആകെ മരണസംഖ്യ 1695. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനാകാതെ തമിഴ്നാട്. 805 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 7 മരണം. സംസ്ഥാനത്ത് ആകെ മരണം 118. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1 ലക്ഷത്തോടടുക്കുന്നു. രോഗബാധിതരുടെ എണ്ണം 17 ലക്ഷം കടന്നു. ദിവസേന രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് 20,000-ഓളം പുതിയ കേസുകൾ. ഇതുവരെ രോഗമുക്തി നേടിയത് 4,64,000-ലേറെ പേർ. റഷ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3,53,000 കടന്നു. രോഗബാധിതരുടെ എണ്ണത്തിൽ US-നും ബ്രസീലിനും തൊട്ടുതാഴെ റഷ്യ. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യയിൽ മരണനിരക്ക് കുറവാണെന്നത് ആശ്വാസം. ഇതുവരെ മരിച്ചത് 3,633 പേർ. യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളുടെ എണ്ണവും മരണനിരക്കും കുറയുന്നു. ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലും മരണനിരക്ക് 100-ൽ താഴെ. ബ്രിട്ടനിൽ ഇന്നലെ 121 മരണം. ലോക്ഡൌൺ ലംഘന വിവാദത്തിൽ വിശദീകരണവുമായി ബോറിസ് ജോൺസന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഡൊമിനിക് കമ്മിങ്സ്. തന്റെ പ്രവൃത്തി നിയമാനുസൃതമായിരുന്നുവെന്നും കുറ്റബോധമില്ലെന്നും കമ്മിങ്സ്. വിവാദത്തിനിടയാക്കിയത് ലോക്ഡൌണിനിടെ കുടുംബത്തോടൊപ്പം ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനായി 410 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചത്. 2020 ലോകകപ്പിന്റെ നടത്തിപ്പിൽ അനിശ്ചിതത്വം തുടരുന്നു. നിലപാട് വ്യക്തമാക്കാതെ BCCI. ഒക്ടോബറിൽ ടൂർണമെന്റ് നടക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായി. പകരം തീയതിയുടെ കാര്യത്തിൽ സമവായമായിട്ടില്ലെന്ന് സൂചന. ജർമ്മൻ ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പൻ പോരാട്ടം. ബയേൺ മ്യൂണിക്ക് രാത്രി 10-ന് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടും. കിരീട പോരാട്ടത്തിലെ നിർണായക മത്സരം. ലീഗിൽ ബയേൺ 1-ഉം ബൊറൂസിയ 2-ഉം സ്ഥാനങ്ങളിൽ. ഫ്രഞ്ച് ഫുട്ബോൾ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ റദ്ദാക്കിയ തീരുമാനം പുനരാലോചിക്കണമെന്ന ആവശ്യം. രംഗത്തെത്തിയത് ലിയോൺ പ്രസിഡന്റ് മൈക്കൽ ഔലാസ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് ലീഗ് റദ്ദാക്കിയത് ഏപ്രിൽ 28-ന്. പരിശീലനം പുനരാരംഭിച്ച് AC മിലാൻ താരം സ്റ്റാറ്റൻ ഇബ്രാഹിമോവിച്ചിന് തിരിച്ചടി. കാലിലെ മസിലിന് പരിക്കേറ്റു. ഇബ്രയ്ക്ക് പരിക്കേറ്റത് ജൂൺ 13-ന്. ഇറ്റാലിയൻ ലീഗ് മത്സരങ്ങൾ വീണ്ടും തുടങ്ങാനിരിക്കും. ഇംഗ്ലണ്ടിൽ വനിതാ ഫുട്ബോൾ ലീഗ് സീസൺ അവസാനിപ്പിച്ചു. ബാക്കിയുള്ള മത്സരങ്ങൾ കളിക്കില്ലെന്ന് ഫുട്ബോൾ അസോസിയേഷൻ. ചാമ്പ്യന്മാരുടെ കാര്യത്തിൽ തീരുമാനമായില്ല. കിരീട പ്രതീക്ഷയോടെ ചെൽസി. തരം താഴ്ത്തൽ ഇത്തവണ ഉണ്ടായേക്കില്ല. ബൌളർമാർ പന്ത് മിനുസപ്പെടുത്താൻ ഉമിനീർ ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് താൽക്കാലികമാണെന്ന് ICC ക്രിക്കറ്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ കുംബ്ലെ. കോവിഡ് ഭീതിക്ക് ശേഷം കാര്യങ്ങൾ പഴയ നിലയിലേക്ക് മാറും. താരങ്ങളുടെ ആരോഗ്യ സുരക്ഷ പരിഗണിച്ചാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും അനിൽ കുംബ്ലെ. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിക്കാൻ തയ്യാറാണെന്ന് ഹർഭജൻ സിംഗ്. IPL-ൽ ഇപ്പോഴും നന്നായി പന്തെറിയാൻ കഴിയുന്നുണ്ട്. സെലക്ടർമാർ അർഹമായ പരിഗണന നൽകാത്തതിൽ ദുഃഖമുണ്ടെന്നും ഹർഭജൻ സിംഗ്. ശ്രീലങ്കൻ താരം ഷഹാൻ മധുഷങ്ക മയക്കുമരുന്ന് കേസിൽ പിടിയിൽ. 25-കാരൻ ഹെറോയിൻ കൈവശം വെച്ചെന്ന് പോലീസ്. ഷഹാനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ കണ്ണപുരത്ത് CPM പ്രവർത്തകന് നേരെ ആക്രമണം. ഒരു സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തൃക്കോത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI മേഖലാ കമ്മിറ്റി അംഗവുമായ ആദർശിനെ. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ആദർശ് ചെറുക്കുന്ന് ആശുപത്രിയിൽ. പിന്നിൽ RSS BJP നേതൃത്വമെന്ന് ആരോപണം. യുവമോർച്ച കണ്ണൂർ ജില്ലാ ട്രഷറർ നന്ദകുമാറിന്റെ വീടിന് നേരെ ബോംബേറ്. വീടിന്റെ ചില്ലുകൾ തകർന്നു. ആർക്കും പരിക്കില്ല. വെഞ്ഞാറമൂട് തേമ്പാമൂട്ടിൽ DYFI പ്രവർത്തകന് വെട്ടേറ്റത് തേമ്പാമൂട് സ്വദേശി ഫൈസലിന്. അപകടനില തരണം ചെയ്തതായി ഡോക്ടർ. പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് സൂചന. മഴകനത്താൽ വെള്ളപ്പൊക്ക ഭീതിയിൽ പാലാ നഗരം. കോട്ടയം ജില്ലയിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന നഗരം. വെള്ളപ്പൊക്കം തടയാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായില്ല. പാലാ വെള്ളത്തിലാകാനുള്ള പ്രധാന കാരണം തോടുകൾ അടഞ്ഞുപോയത്. മണ്ണിടിഞ്ഞ് മീനച്ചിലാറിന്റെ ആഴം കുറഞ്ഞതും തിരിച്ചടി. കാലവർഷത്തിന് മുൻപ് പരമാവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമമെന്ന് അധികൃതർ. വെള്ളപ്പൊക്കം തടയാൻ നടപ്പാക്കുന്നത് 1,05,00,000 രൂപയുടെ പദ്ധതികൾ. തോടുകളുടെ ആഴവും വീതിയും കൂട്ടുന്നു. മീനച്ചിലാർ ആഴം കൂട്ടാൻ ഉള്ള പദ്ധതിയും ഉടൻ തുടങ്ങും. ഗോവയിലെ റിസോർട്ടിൽ മലയാളി പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥിനി അഞ്ജനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെയ് 13-ന്. ഗോവയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത് ലോക്ഡൌണിന് മുൻപ്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാനൊരുങ്ങി കുടുംബം.
പെരിന്തൽമണ്ണയിൽ 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഒളിവിലായിരുന്ന യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കട്ടുപ്പാറ സ്വദേശി ചെമ്മല മുഹമ്മദ് സുഹൈൽ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ. വയനാട് മാനന്തവാടിയിൽ 3.5 വയസ്സുകാരിക്ക് പീഡനം. കുട്ടിയെ പീഡിപ്പിച്ച അതിഥിത്തൊഴിലാളി അറസ്റ്റിൽ. പിടിയിലായത് മാനന്തവാടി സർക്കസ് കൂടാരത്തിലെ കലാകാരൻ ഝാർഖണ്ഡ് സ്വദേശി ഇബ്രാഹിം അൻസാരി. നെടുങ്കണ്ടം മേലെ ചിന്നാറിൽ നീർച്ചാൽ തടസ്സപ്പെടുത്തി അനധികൃത തടയണ നിർമ്മാണവും പാറഖനനവും. തടസ്സപ്പെടുത്തിയത് 50ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സ്വാഭാവിക നീർച്ചാൽ. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ച് റവന്യൂ അധികൃതർ. വനവൽക്കരണത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൃഷി നശിപ്പിച്ചതായി പരാതി. മെഡിക്കൽ കോളേജ് പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ കൃഷി ചെയ്ത കർഷകർ പ്രതിസന്ധിയിൽ. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നടപടിയെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. കാടുപിടിച്ച ഭൂമി വൃത്തിയാക്കി കൃഷി ഇറക്കിയത് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പാട്ടത്തുകയും അടച്ചു. കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകുമെന്ന് അധികൃതർ. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നിട്ടും APL റേഷൻ കാർഡ് ലഭിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. സൗജന്യ റേഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് ആലപ്പുഴ കാട്ടൂർ കടപ്പുറത്തെ 50ഓളം കുടുംബങ്ങൾ. ഇടുക്കി രാജാക്കാട്ടിൽ കൃഷി വ്യാപിപ്പിക്കാൻ കർഷകരുടെ കൂട്ടായ്മ. 1 പതിറ്റാണ്ടിലധികമായി തരിശായി കിട്ടുന്ന പാട്ടശേഖരം പാട്ടത്തിനെടുത്ത് കൃഷി. നെൽമണി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്ക് പിന്തുണയുമായി പഞ്ചായത്തും കൃഷിവകുപ്പും. ജൈവ പച്ചക്കറി കൃഷിയുമായി പൊന്നാനി തീരദേശ പോലീസ്. കൃഷി നടത്തുന്നത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ. പോലീസുകാർ കൃഷി ചെയ്തത് പച്ചമുളക്, തക്കാളി, വഴുതന തുടങ്ങിയവ. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ബാലാക്കോട്ട് മേഖലയിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. പാക് വെടിവെപ്പിൽ കുൽഗാമിൽ 2 ഭീകരരെ സേന വധിച്ചതിന് പിന്നാലെ. ഡൽഹിയിൽ കേശവപുരയിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് ചെരുപ്പ് നിർമ്മാണശാലയ്ക്ക്. തുഗ്ലകാബാദിലെ ചേരുകളിലും തീപിടുത്തം ഉണ്ടായി. 2ഇടത്തും ആളപായമില്ല. ചൈന നടപ്പാക്കാനൊരുങ്ങുന്ന ദേശസുരക്ഷാ നിയമത്തെ പിന്തുണച്ച ഹോങ്കോങ് നേതാവ് കാരി ലാം. ഹോങ്കോങ് ജനതയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതായി ആവില്ല നിയമമെന്ന് കാരി ലാം. റിലീസിന്